നമ്മളിപ്പോഴേ തിരുച്ചിയിലാണ്. തിരുച്ചിയിൽ നിന്ന് ഡിണ്ടിഗലിലേക്ക് ഉള്ള യാത്രയിലാണ് നമ്മളിപ്പോഴേ. തിരുച്ചി മുതൽ ഡിണ്ടിഗൽ വരെയുള്ള യാത്രയുടെ എക്സ്പ്രസ് ഹൈവേ യാത്രയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുച്ചി ടൗണിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഡിണ്ടിഗൽ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറും. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരുച്ചി ടൗണിൽ. രാവിലെ ഏകദേശം ഒരു പ്രൈം ടൈമിലാണ്, 10 മണി അടുപ്പിച്ചാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നല്ല തിരക്കായിട്ടാണ് പോകുന്നത്. ഡിണ്ടിഗൽ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഇനി 1 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പം തിരുച്ചി ടൗണിൽ നിന്ന് നമ്മൾ ശ്രീരംഗം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് പോകുന്ന ആ റൂട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ. നിറയെ മരങ്ങൾ, വേപ്പിൻ്റെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ഗ്രീനാണ് ഈ ഒരു ഏരിയ. ഇന്നാണ് തിരിച്ച് ടൗണിലേക്ക് തിരിക്കുന്നത്. നേരെ പോകുന്നത് മധുര റൂട്ടാണ്. ഇവിടെ ഒരു ഓട്ടോ LPG പമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഹൈവേന്ന് വെളിയിൽ ഇറങ്ങിയാലാണ് പമ്പൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഈ ഏരിയയിൽ സൈഡ് റോഡിൽ ഇറങ്ങണം. തിരിച്ച് ടൗണിലേക്ക് പോകുന്നതിന് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങി പോകണം. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണ് മെയിൻ റോഡിൽ കൂടെ തന്നെ. ഇവിടെ നമ്മളിനി റൈറ്റ് തിരിഞ്ഞു പോകണം. നമ്മൾ മെയിൻ എക്സ്പ്രസ് ഹൈവേ താഴെ ഇറങ്ങിയിട്ടുണ്ട്. 3rd എക്സിറ്റിൽ കൂടെ പോകണമെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ സിഗ്നലുണ്ട്, അവിടെ കൂടെ സിഗ്നൽ എത്തിയിരിക്കുകയാണ്. ബസ് സിഗ്നലൊന്നും നോക്കുന്നില്ല, നേരെ പോകുന്നെന്ന് തോന്നുന്നു. ഇവിടുന്ന് ടേൺ ചെയ്യേണ്ടവർക്കാണെന്ന് തോന്നുന്നു. ഡിണ്ടിഗൽ പോകുന്ന റൂട്ട്. തിരിച്ച് ടൗണിൽ അതിനുള്ള ഫ്ലൈ ഓവേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ ആകെ പണിയാവും. അങ്ങനെ ആ ഫ്ലൈ ഓവറിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നേരെ നോക്കുന്നതാണ് തിരിച്ച്, നേരെ പോകുന്നതാണ് തിരുച്ചി റെയിൽവേ സ്റ്റേഷൻ ആൻഡ് സെൻട്രൽ ബസ് സ്റ്റാൻഡ് നേരെയാണ്. നമ്മൾ ആ ഫ്ലൈ ഓവറിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ. തിരുച്ചി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഡിണ്ടിഗലോട്ട് പോകുന്ന വഴി ഒരു ചോഴൻ നഗരം അങ്ങനെ എന്തോ ഒരു സ്ഥലം കണ്ടു. അവിടെ ഒരു സ്ഥലത്ത് നിർത്തി ഒരു ജ്യൂസ് കുടിച്ചു. പക്ഷേ അത്ര പോരാ സംഭവം. അത്ര നല്ല ജ്യൂസൊന്നും അല്ലായിരുന്നു. നന്നായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അവർ. ജസ്റ്റ് വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് തന്നത്. നമ്മളിങ്ങനെ ചോഴൻ നഗറിൽ എത്തുമ്പോൾ ഇവിടെ ഒരു നേഴ്സിംഗ് കോളേജൊക്കെ ഉണ്ട്. GK കോളേജ് ഓഫ് നേഴ്സിംഗ്, KR കോളേജ് സ്കൂൾ, ഹോട്ടൽ കണ്ണപ്പ, ഇതെല്ലാം ഇവിടെ തന്നെ. എല്ലാം ഹോട്ടൽ കണ്ണപ്പ. ആ സമയം ആ സൈഡ് വേറൊരു വെജിറ്റേറിയൻ രാമജയം ഹോട്ടലും വെജിറ്റേറിയൻ ഹോട്ടല്, രാമജയം വെജിറ്റേറിയൻ ഹോട്ടല്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ സൈഡിൽ കൂടെ വന്നപ്പോഴേ ഇവിടെ ആദ്യം കണ്ട ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ അത്രയ്ക്കൊരു ഗുണമില്ലായിരുന്നു. നല്ല ഇതൊന്നും അല്ല. ഇവിടെയൊക്കെ ഈ മെസ് സിസ്റ്റം ഉണ്ട് കേട്ടോ. പിന്നെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ മെസ് സിസ്റ്റം, ഇതൊക്കെ ഉച്ചയ്ക്ക് ഒക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഏകദേശം ഒരു 10 കിലോമീറ്ററോളം തിരിച്ച് ഇന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം. അങ്ങോട്ടുള്ള ഇവിടെ കണ്ട ഒരു എന്തോ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരുടെ രൂപം എന്നാണ്, ആരുടേന്ന് അറിയത്തില്ല. ഒരു രൂപമൊക്കെ ഉണ്ടാക്കി അകത്താണ്, റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. അകത്തായിട്ട് നമ്മളെ ഇപ്പം ഈ വരുന്ന ഏരിയയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ തമിഴ്നാട് ലോ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്, ഇതൊക്കെ കണ്ടായിരുന്നു ഈ വഴിയിൽ. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ്. അടുത്ത കോളേജാണെന്ന് എന്താ കാണുന്നത് കേട്ടോ. ഒരുപാട് കോളേജസ് ഉണ്ട്. ഇത് എന്തോ ഒരു സംബന്ധിച്ച് സ്കൂളാണ്, ഒരു പബ്ലിക് സ്കൂൾ ആണ്. ഇതാണ് അടുത്ത പബ്ലിക് സ്കൂളുണ്ട്, NR പബ്ലിക് സ്കൂളുണ്ട്. NR IAS അക്കാഡമി. കുറേ സംഭവങ്ങളുണ്ട് ഈ റൂട്ടിൽ. തിരുച്ചിയിൽ നിന്ന് ഡിണ്ടിഗലിലേക്ക് വരുന്ന ഈ റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഉള്ളൂ റോഡ് സൈഡ് മൊത്തം. എവിടെ നോക്കിയാലും സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയൊക്കെയാണ്. അല്ലെങ്കിൽ ലോ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇതിൻ്റെ കുറച്ച് നമ്മൾ പാസ് ചെയ്ത് പോകുന്നു. അതിന് ശേഷമാണ് അത് ഈ സൈഡിലാണുള്ളത്. ഈ റൂട്ടിൽ നമ്മൾ വരുമ്പോൾ കാണുന്നത് നേരത്തേക്ക് ഇഷ്ടംപോലെ ചെടികളൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട് അതിനകത്ത് തോന്നുന്നു കേട്ടോ. ഇപ്പോഴേ ഇത് വന്നിട്ട് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ചെടികളെല്ലാം ഉണ്ട്, പൂക്കളും ഉണ്ട് ഇഷ്ടംപോലെ കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ മെയിൻ്റനൻസ് ഇല്ലാതെ ചുറ്റുമൊക്കെ കാട് പിടിച്ചു പോയി. നല്ല രസമായിട്ട് ചെടികളൊക്കെ നട്ടിരുന്ന ഒരു ഹൈവേ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പൂക്കളൊക്കെ ഉണ്ട്, പക്ഷേ സൈഡിലെല്ലാം കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ കൊള്ളാം, നല്ല അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഹൈവേ ആണ് കേട്ടോ ഇത്. നമ്മൾ പോകുന്ന റൂട്ട് തിരിച്ച് ഈ റൂട്ട് നേരെ നമുക്ക് പോയിട്ട് ഇവിടുന്ന് ഡിണ്ടിഗലിൽ ചെന്നിട്ട് നമുക്ക്
ഒരുപാട് കമ്പനികളൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. നമ്മളത് ക്രോസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ് ഇപ്പോഴേ. നമ്മളിപ്പോൾ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയ ടൗൺ. ഇവിടെ ഇഷ്ടംപോലെ കന്നുകാലികളെല്ലാം വണ്ടി കയറ്റി നിർത്തിയിട്ടുണ്ട്. ഇതൊരു കന്നുകാലി ചന്ത ആണെന്ന് തോന്നുന്നു കേട്ടോ. നിറയെ വണ്ടിയിലെല്ലാം കന്നുകാലികളെ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ് ഈ സ്ഥലത്ത്. ആളുകളെല്ലാം നല്ല പശുവിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കച്ചവടത്തിന്റെ വലിയൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നത്. വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വലിയ ഈ വണ്ടികളിൽ ഇങ്ങനെ വന്ന് വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ മാർക്കറ്റും ഒരു വലിയ ടൗണും ഒരു വലിയ അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കടന്നു പോകുന്ന ഈ സ്ഥലം. ഇനിയൊരു 50 കിലോമീറ്റർ ഉണ്ട് ഡിണ്ടിഗലിലേക്ക്. ഇവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഗ്രീൻ, ഫുൾ ഗ്രീൻ. ഫ്രണ്ടിലൊരു നല്ല ഭംഗിയുള്ള ഒരു വ്യൂ, മലയുടെ വ്യൂ ഉണ്ട്. പിന്നെ നിറയെ തെങ്ങുകൾ, അതുപോലെ തന്നെ ചെടികൾ, ഇഷ്ടംപോലെ ചെടികൾ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭംഗി ഇതുവരെ ഫാസ്ടാഗ് മേടിക്കാനൊക്കെ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കത് ടോൾ ബൂത്ത് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ഈ സ്ഥലത്തിൻ്റെ ബോർഡൊക്കെ, നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ്ട് എൻ്റെ ഈ സൈഡിലുള്ള വ്യൂ ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള റൂട്ടാണ് ഇത്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു സന്തോഷമുള്ള ഒരു റൂട്ടാണിത്. വളരെ ഗ്രീനറിയാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗ്രീനാണ്. പിന്നെ വലിയ തിരക്കും അങ്ങനെ ഭയങ്കരമായ തിരക്കൊന്നുമില്ല. ഈ സ്ട്രൈറ്റ് നമുക്ക് കൊടൈക്കനാലൊക്കെ പോകാം. ഇതിലെ ഈ റൂട്ടിൽ കൂടെ നേരെ കൊടൈക്കനാൽ, തേനി, കമ്പം, ബാംഗ്ലൂർ ഒക്കെ പോവാം. ടോൾ കളക്ഷൻ ബൂത്ത്, യൂസർ ഫ്രീ കളക്ഷൻ ബൂത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. ഡിണ്ടിഗൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഡിണ്ടിഗലിലേക്ക് എത്തുമ്പോഴേ തിരിച്ചിന്ന് ആദ്യത്തെ ടോൾ ബൂത്താണ്. 125 രൂപയാണ് തിരിച്ചിന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ ടോൾ ബൂത്താണ്. ഇവിടെ 125 രൂപയാണ് ചാർജ്. 4 ലൈൻസ് ഉണ്ട് അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ടോൾ ബൂത്ത് നല്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോൾ ബൂത്ത് തന്നെയാണ്. നമ്മൾ തിരുച്ചിയിൽ നിന്ന് മധുരയിലേക്ക് പോകുമ്പോൾ ഈ വഴി പോവുകയാണെങ്കിൽ നമുക്ക് നാഷണൽ ഹൈവേയുടെ ടോൾ ബൂത്തിൽ കൂടെ തന്നെ പോകാൻ പറ്റും. നമ്മൾ വേറെ 2 റൂട്ടും കൂടെ ഉണ്ട് മധുരയിൽ നിന്ന്. നമ്മുടെ തന്നെ ഈ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിൽ കൂടെ തന്നെ റെയിൽവേ ലൈനും പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാഗർകോവിൽ, ചെന്നൈ, മധുര, ചെന്നൈ ആ പോകുന്ന റൂട്ട് ലൈനില്ലേ, ആ റൂട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ എക്സ്പ്രസ് ഹൈവേയുടെ തൊട്ടടുത്ത് കൂടെയാണ് പോകുന്നത്. കണ്ടാക്കണം. ഇനി എനിക്ക് തോന്നുന്നു ഡിണ്ടിഗലിലേക്ക് വളരെ കുറച്ച് ദൂരമുള്ളൂ. നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഡിണ്ടിഗൽ ടൗണിൽ എത്തിയിരിക്കുകയാണ്. അറൗണ്ട് ഒരു 2 മണിക്കൂറോളം യാത്ര ചെയ്തു. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് ഡിണ്ടിഗൽ ടൗണിൽ പോകുന്ന റൂട്ട്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോവുകയാണ്. റൂട്ടിൽ ബൈപ്പാസിൽ കൂടെ തന്നെ പോകണം. ഡിണ്ടിഗൽ ബൈപ്പാസിൽ കൂടെ തന്നെ നമ്മൾ പോകുന്നതാണ്. ഡിണ്ടിഗൽ മുനിസിപ്പാലിറ്റി വെൽക്കംസ് ടു യു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ തിരുച്ചിയിൽ നിന്ന് ഡിണ്ടിഗലിലേക്കുള്ള യാത്രാ വീഡിയോ ആയിരുന്നത്. നമ്മുടെ ചെന്നൈക്ക് പോകുന്ന റെയിൽവേ ലൈനിൻ്റെ പാർട്ടൊക്കെ കാണുന്നത്. ഇവിടെ നേരെ നമുക്ക് പോകുന്ന സമയത്ത് ഡിമാർട്ടിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഡിണ്ടിഗലിലെ ഡിമാർട്ട് ഈ ബൈപ്പാസിൻ്റെ സൈഡിലാണ് എന്തായിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.